ഹലോ ഓൾ. അപ്പോൾ നമ്മൾ വർക്ക് സൂപ്പറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ലൈം എന്നുള്ള ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോണിലെ കോൺസ്റ്റിറ്റ്യൂവൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത് ക്ലേ ആണ്. ഓക്കെ, ലൈംസ്റ്റോണിലെ 8-30% എന്താണ്? ക്ലേ ആണ്. ഓക്കെ, 8 മുതൽ 30% വരെ എന്താവാം? ലൈംസ്റ്റോണിൽ ക്ലേ ഉണ്ട്. ഇതിൻ്റെ മെയിൻ എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഹൈഡ്രോളിസിറ്റി ഇൻ ലൈം. ലൈമിലെ ഹൈഡ്രോളിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ക്ലേ ആണ്. ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൈം ബൈ വിച്ച് ഇറ്റ് സെറ്റ്സ് ഓർ ഹാർഡൻസ് ഇൻ ഡാം പ്ലേസസ് വാട്ടർ ഓർ തിക് മേസൺറി വാൾസ് there is no free circulation of air. എന്താണ് ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഡാം പ്ലേസസിലും വാട്ടറിലും എല്ലാം ഇതെന്ത് ചെയ്യുന്നു? ലൈം എന്ന് പറയുന്നത് സെറ്റ് ആവും, ഹാർഡൻ ആവും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രോളിസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഹൈഡ്രോളിസിറ്റിക്ക് റെസ്പോൺസിബിൾ ആരാണ്? ക്ലേ ആണ്. ഇനി ക്ലേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് ലൈം ഇൻസോളബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസോളബിൾ ആക്കുന്നത് ആരാണ്? ക്ലേ ആണ്. ഇനി ക്ലേയുടെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് അറസ്റ്റ് സ്ലേക്കിംഗ്. സ്ലേക്കിങ്ങിനെ അറസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് അറസ്റ്റ് സ്ലേക്കിംഗ്. ഇനി വേറൊരു ഇത് കൂടെ ഉണ്ട്. ക്ലേ കണ്ടന്റ് കൂടിയാൽ ഹൈഡ്രോളിസിറ്റി കൂടും. ഓക്കെ, ഹൈഡ്രോളിസിറ്റി കൂടും, അതുപോലെ തന്നെ സെറ്റിങ് കൂടും, അതേപോലെ സ്ലേക്കിങ് കുറയും. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് PSCക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിസിറ്റി കൂടും, സെറ്റിങ് കൂടും, സ്ലേക്കിംഗ് പ്രോസസ്സ് കുറയും. ഇനി സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇറ്റ് റീടാർഡ്സ് സ്ലേക്കിംഗ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? സ്ലേക്കിങ്ങിനെ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇറ്റ് റീടാർഡ്സ് സ്ലേക്കിംഗ്. ദെൻ അടുത്ത് വരുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് സോളബിൾ സിലിക്ക. സോളബിൾ സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്കയും അലുമിനിയുടെ ഒരു കോമ്പിനേഷൻ. ഇറ്റ് ഡെവലപ്പ് ഹൈഡ്രോളിസിറ്റി. ഓക്കെ, സിലിക്കയുടെ അലുമിനിയുടെ മെയിനായിട്ട് സിലിക്കയുടെയും അലുമിനിയുടെയും കെമിക്കൽ കോമ്പോസിഷൻ എന്ത് ചെയ്യും? ലൈംസ്റ്റോണിൽ ഹൈഡ്രോളിസിറ്റി ഡെവലപ്പ് ചെയ്യും. ഇനി സിലിക്കേറ്റ്സ് ഓഫ് കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് അലുമിനിയം ആർ റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിസിറ്റി. ഓക്കെ, മെയിനായിട്ട് ഏതാണ്? സിലിക്ക ആൻഡ് അലുമിന. അതുപോലെ തന്നെ കാൽഷ്യം, മാഗ്നീഷ്യം കൂടെ ഇതിൻ്റെ സിലിക്കേറ്റ്സ് വരും. അതിൻ്റെ എല്ലാം സിലിക്കേറ്റ്സും എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിസിറ്റി. വേറെ ഒന്നും പഠിക്കേണ്ട, ഇത് ഹൈഡ്രോളിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ് സിലിക്കയുടെ കാര്യം വരുന്നത്. ഇനി ഇൻആക്റ്റീവ് ആയിട്ട് ലോ ടെമ്പറേച്ചർ. ഇതെന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ ഇൻആക്റ്റീവ് ആണ്. അടുത്ത് വരുന്ന ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മാഗ്നീഷ്യം കാർബണേറ്റ്. മാഗ്നീഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യും? ഇറ്റ് അലോസ് ലൈം ടു സ്ലേക്ക് ആൻഡ് സെറ്റ് സ്ലോലി. ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആ ഒരു ലൈമിനെ സ്ലേക്ക് ചെയ്യും, അതുപോലെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? സെറ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഇമ്പാർട്സ് മോർ സ്ട്രെങ്ത്. ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കും. ഓക്കെ, മാഗ്നീഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യും? ഇറ്റ് ഇമ്പാർട്സ് മോർ സ്ട്രെങ്ത്. ഇനി ആൽക്കലീസ് ആൻഡ് മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അപ് ടു 5% വരെയാണ് ലൈംസ്റ്റോണിൽ ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡെവലപ്പ് ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി ഡെവലപ്പ് ചെയ്യുക ആരാണ്? ആൽക്കലീസും മെറ്റാലിക് ഓക്സൈഡ്സും. എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോളബിൾ സിലിക്കേറ്റ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും സോളബിൾ സിലിക്കേറ്റ്സ് ഫോം ചെയ്യുന്നത് വഴി ആണ് ഹൈഡ്രോളിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആൽക്കലീസും മെറ്റാലിക് ഓക്സൈഡ്സും എന്ത് ചെയ്യും? ഡെവലപ്പ് ഹൈഡ്രോളിസിറ്റി ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് സോളബിൾ സിലിക്കേറ്റ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഇനി വരുന്നത് സൾഫേറ്റ് ആണ്. സൾഫേറ്റ് എന്ത് ചെയ്യും? സെറ്റിങ്ങിന്റെയും റെഡ്യൂസ് സ്ലേക്കിംഗ് ആക്ഷൻ. സെറ്റിംഗ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യും, സ്ലേക്കിംഗ് ആക്ഷനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതാണ് സൾഫേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അയൺ. അയൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഇത് അയൺ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് എ കോംപ്ലക്സ് സിലിക്കേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ എന്തെയും? കോംപ്ലക്സ് സിലിക്കേറ്റ് ഫോം ചെയ്യും. ഇനി എക്സസ് അയൺ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷണബിൾ ആണ്. ഇനി വരുന്നത് പൈറേറ്റ്സ്. പൈറേറ്റ്സ് എന്ന് പറയുന്നത് ഈ ലൈംസ്റ്റോൺ അൺഡിസൈറബിൾ ആണ്. അതായത് അത് വേണ്ട, അത് കാരണം എന്താണ്? നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ലൈമിൽ ഉണ്ടാകത്തുള്ളൂ. സോ പൈറേറ്റ്സ് എന്ന് പറയുന്നത് അൺഡിസൈറബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ പൈറേറ്റ്സ് ഉള്ള ലൈംസ്റ്റോൺ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ലൈംസ്റ്റോണിന്റെ കോൺസ്റ്റന്റ്സ് പഠിക്കാനായിട്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.